ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ എൻഡിഎയുടെ വോട്ട് വിഹിതത്തിൽ വൻ വർധനവുണ്ടോ? കേരളത്തിൽ എൻഡിഎയുടെ വോട്ട് വിഹിതത്തിൽ വൻ വർധനവുണ്ടെന്ന് ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി. വികസനോന്മുഖ രാഷ്ട്രീയത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നതായും കേരളത്തിൽ എൻഡിഎയുടെ വോട്ട് വിഹിതത്തിൽ വൻ വർധനവുണ്ടെന്നും അവർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. 11 നിയോജക മണ്ഡലങ്ങളിൽ ബി.ജെ.പി. ഒന്നാമതെത്തിയെന്നും 8 ഇടങ്ങളിൽ 2ാം സ്ഥാനം നേടിയെന്നും ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം അറിയിച്ചു. കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 7 ലക്ഷത്തോളം വോട്ടുകളുടെ വർധനവാണ് ഉണ്ടായതെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. 2019 15.64% വോട്ടാണ് എൻ.ഡി.എക്ക് ലഭിച്ചതെങ്കിൽ 2024 ആയപ്പോഴേക്കും വോട്ട് വിഹിതം 19.39% വർദ്ധിച്ചു. 11 നിയോജക മണ്ഡലങ്ങളിൽ ബി.ജെ.പി. ഒന്നാമതെത്തിയെന്നും 8 ഇടങ്ങളിൽ 2ാം സ്ഥാനം നേടിയെന്നും പാർട്ടി നേതൃത്വം ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചു. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ, കാട്ടാക്കട, തൃശൂർ, ഒല്ലൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, മണലൂർ എന്നീ നിയോജക മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനം നേടിക്കൊണ്ട് അനിഷേധ ശക്തിയായി എൻ.ഡി.എ മാറിയെന്നും പാർട്ടി വിലയിരുത്തി. സുരേഷ് ഗോപിയുടെ വിജയം ബി.ജെ.പിക്ക് വലിയ ആശ്വാസം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയ ബി.ജെ.പി. വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ശക്തമായ സാന്നിധ്യം പ്രകടിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ തൃശൂരിൽ ബി.ജെ.പി. അല്ല ജയിച്ചത്, മറിച്ച് സുരേഷ് ഗോപിയാണെന്നാണ് ജനങ്ങളുടെ വാദം. സുരേഷ് ഗോപിക്ക് പകരം ബി.ജെ.പിയുടെ മറ്റേത് സ്ഥാനാർത്ഥി വന്നാലും തോൽക്കുമെന്നും വിലയിരുത്തുന്നു.